LDF-നകത്ത് നമ്മൾ കേൾക്കാത്ത ഒരസലിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഒന്ന്, ഇപ്പം വിഷയത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ തീരുമാനിക്കേണ്ട ഒറ്റയ്ക്ക് എന്ന് പറയാണ് CPI. നിങ്ങളല്ല പ്രതിപക്ഷ ഉപനേതാവിൻ്റെ കാര്യത്തിൽ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടത്. രണ്ട്, പിണറായി വിജയൻ ആരാലും വിമർശിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു വിശുദ്ധ ഗുരുവല്ല എന്നുകൂടി പറയാണ്. ഒരു നേതാവ് അങ്ങനെ ഞങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യേണ്ട, ഇരിക്കുന്ന കസേരയ്ക്ക് യോജിക്കാത്ത മര്യാദയില്ലാത്ത വർത്തമാനം പറയണ്ട. പണ്ട് വെളിയം ഭാർഗവം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പൊന്നാനിയിൽ തർക്കം നമുക്ക് ഓർമ്മയുണ്ട്. വിജയൻ അങ്ങനെ ഒറ്റയ്ക്ക് വർത്തമാനം പറയേണ്ടെന്ന്. അതിനുശേഷം ഇങ്ങനെ പറയുന്ന ഒരാളെ കാണുന്നത് ആദ്യമാണ്. ഇടയ്ക്ക് ചന്ദ്രപ്പൻ സഖാവിൻ്റെ കാലത്തും കേട്ടിരുന്നു. സോ ഇത് ഈ LDF എന്ന് പറയുന്ന ഒരു സെറ്റപ്പിനകത്ത് ഉണ്ടാക്കുന്ന ഒരു ചേഞ്ച് എന്താണ്? ഇപ്പോൾ നേരത്തെ CPIയുടെ പ്രതിയ K. ഷാജഹാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് ഭരണഘടനാ പദവിയെക്കുറിച്ചൊന്നുമല്ല, CPIക്ക് ഇടതുമുന്നണി കിട്ടുന്ന പരിഗണനയെക്കുറിച്ചാണ് എന്നാണ് അതിൻ്റെ അകത്ത് കാതലായ പ്രശ്നം. അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ പറയുന്നത് CPIക്ക് നേരിടുന്ന അവഗണനയെക്കുറിച്ചാണ് പ്രശ്നം. ആ നിലയിൽ നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മുടെ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രിയും ആവർത്തിച്ച് വ്യക്തമായ കാര്യമുണ്ട്. ഈ പദവി, അതായത് ഉപനേതാവ് എന്നൊരു പദവി, അതൊരു ഭരണഘടനാ പദവി എന്നൊരു ഫിക്ഷണൽ പോസ്റ്റ് ആർന്ന് നോക്കുകയാണെങ്കിൽ ആ ഫിക്ഷണൽ അത് തീർച്ചയായിട്ടും CPIക്ക് ലഭിക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്തൊക്കെ തന്നെ MN സ്മാരകത്തിൽ നിന്ന്, ഗോവിന്ദ നായർ സ്മാരകത്തിൽ നിന്ന് വിനോ വിശ്വം അവരുടെ പാർട്ടി പ്രവർത്തകർ, അദ്ദേഹത്തിന് അവിടെയും വിമർശനം നേരിടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആ സ്വന്തം പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതിന് അതാണ് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് അവിടെയും വലിയ വിമർശനം നേരിടുന്നുണ്ട്. അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം ഈ 10 വർഷം ഈ ഭരണത്തിൻ്റെ ഭാഗമായിരുന്നു. അവർ CPM-നെ പിണറായി വിജയൻ്റെ നേതൃത്വത്തെ പിന്തുണച്ചതാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിൻ്റെ അകത്ത് വെളിയം ഭാർഗവനും C. കേന്ദ്രപ്പൻ്റെ ഒരു ട്രഡീഷൻ അല്ല ബിനോവിശ്വനും അല്ലെങ്കിൽ കാനഡ എന്നൊരു ഘട്ടശേഷം നമ്മൾ കാണുന്നത്. അത് പരിപൂർണമായി പിണറായി വിജയൻ്റെ ഭരണ സംവിധാനത്തെ അകപഴിഞ്ഞ് പിന്തുണച്ചൊരു ഘട്ടം തന്നെയാണ്. എങ്കിലും ചില ധാർമ്മിക പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് CPI എവിടെയൊക്കെ ഒരു പൂർവ്വ വൈരുദ്ധ്യപരത നിലനിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ CPM-നെ എവിടെയൊക്കെ തന്നെ ദുർബലപ്പെടുത്താൻ പറ്റുന്ന ആ കാര്യങ്ങൾ CPI ചെയ്യാറുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയനെയും CPM-നെയും മനസ്സിലുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഉദാഹരണത്തിന് കേരളം ഇന്ന് UDF-നെ പ്രതിരോധിക്കുന്ന, കേരളത്തിലെ ഇന്ന് UDF-ഉം LDF-ഉം ഒരുപക്ഷെ മറ്റ് സംഘടനകളൊക്കെ തന്നെ UDF-നെ പ്രതിരോധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് PM ശ്രീയുടെ ഒപ്പുവെക്കലെ ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ ജനാധിപത്യ ചർച്ചയിൽ വലിയ മാറ്റം കൊണ്ടുവന്നാണ് CPI. ആ കാലത്ത് CPI അറിയാതെ രഹസ്യമായി പോയി ശിവൻകുട്ടിയുടെ സെക്രട്ടറി, ശിവൻകുട്ടിയുടെയും പിണറായിയുടെ നിർദ്ദേശപ്രകാരം ഒപ്പിട്ടതാണ് PM ശ്രീ. നമുക്കറിയാം, അദ്ദേഹം പ്രധാനമന്ത്രി വന്നതിന് ശേഷം ഈ വിഷയത്തെ ഗൗരവമായി ഉയർത്തിക്കൊണ്ടുവരികയും CPM-ന് കേരളത്തിൽ തിരുത്തൽ വരുത്താൻ നിർബന്ധമായും, അതായത് പിണറായി വിജയൻ അങ്ങനെ തിരുത്തുന്ന ആളല്ല, പിണറായി തിരുത്താൻ നിർബന്ധനാവുകയും മാത്രമല്ല കേരളത്തിൽ അതുവരെ ഉണ്ടായിരുന്ന UDF-ൻ്റെ ആരോപണമായിട്ടുള്ള ഈ ഡീല്, അതിൻ്റെ അകത്ത് പാലം തുടങ്ങിയ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച അറിയാമല്ലോ, ഈ ഡീല് പരസ്യമാവുകയും അത് CPM-നും പിണറായി വിജയനെയും ഘോരമായി തന്നെ ക്ഷീണിപ്പിച്ച കാര്യമാണ്. യഥാർത്ഥത്തിൽ CPI ജനാധിപത്യ സംവിധാനത്തിൽ ചേർന്നൊരു ഒരുപക്ഷെ UDF-ൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വലിയ സംഭാവനയും LDF-ൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വലിയ ഒരു തെറ്റായ പ്രവണതയായിരുന്നു. കാര്യം CPIയെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൻ്റെ ഒരു അവസാനത്തെ കുറിക്കുന്നൊരു സംഭവമായിരുന്നു അത്. അത് വലിയൊരു ക്ഷീണിപ്പിച്ചാണ്. പിണറായി വിജയനെ തന്നെ വ്യക്തിപരമായി ക്ഷീണിപ്പിച്ച കാര്യം, പിണറായി വിജയനും മോഡിയേറ്റ ഡീൽ അതുവരെ UDF-ൻ്റെ ആരോപണം മാത്രം. ഇത് അതിൻ്റെ ഒരു പ്രധാന ഘടകക്ഷി ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വന്ന് അതിനെ സ്ഥിരീകരിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇത് ചില്ലറ എല്ലാത്തിനും ക്ഷണിച്ചു. പക്ഷേ ഇത് പുറത്ത് പറയാൻ പറ്റില്ല. കാര്യം ഇത് ആവർത്തിച്ച് വ്യക്തമാക്കാൻ പറ്റുന്ന കാര്യമല്ല. കാര്യം അത് പറയുന്നതനുസരിച്ച് ആ CPIയുടെ ഭാഗത്തിന് സ്ഥിരീകരണം കൊടുക്കുകയാണെങ്കിലും അതിനകത്ത് കേന്ദ്ര നേതൃത്വം ഇടപെട്ടാറില്ല. പിണറായി ശരിക്കും കേരളത്തിൽ പരസ്യമായി തിരുത്തപ്പെട്ട ആദ്യത്തെ സംഭവമാണത്. പരസ്യമായി തിരുത്തപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഉണ്ടാക്കിയ ക്ഷീണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-നെ സംബന്ധിച്ചിടത്തോളം, പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഓർക്കാനാവാത്തൊരു തരുത്താണ്. അത് തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിലേക്ക് ഒരു ഘടകം തന്നെയായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്ന കാര്യം, CPIക്ക് ഒരു നേട്ടമുണ്ടായി. ഈ CPM ഇതിന് ശേഷം ഇലക്ഷന് ശേഷം CPM സീറ്റുകളുടെ എണ്ണം കുറവാണ്. CPM ക്ഷീണിച്ച പോലെ CPI ക്ഷീണിച്ചില്ല. കാര്യം അവരുടെ ചില കോട്ടകളൊക്കെ നിലത്താൻ സാധിച്ചു. CPM വളരെ പരാജയം എന്ന് പറഞ്ഞാൽ പ്രഹരം CPI-ന് നേരെയായിരുന്നു. കാര്യം CPIക്ക് നേരെയല്ല CPIയുടെ വരുന്നത്. വാസ്തവത്തിൽ അതൊരു ചെറിയൊരു കാഴ്ചപ്പാട് മാത്രമാണ്. CPI നല്ലോണം പ്രഹരം ഏറ്റിട്ടുണ്ട്. പക്ഷേ CPM അതുകൊണ്ട് CPM പിടിച്ചു വാങ്ങാവുന്ന കാര്യങ്ങൾ പിടിച്ചു വാങ്ങാൻ ഏറ്റവും നല്ല സന്ദർഭമായി കാണുക മാത്രമല്ല, CPIക്കകത്ത് വലിയ വിമർശനങ്ങൾ ബിനോയ് വിശ്വത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ കാലത്ത് മന്ത്രിമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. കാരണം നേരത്തെ നിഷാദ് ശരിയായി സൂചിപ്പിച്ചതും സുനിൽകുമാർ, K. രാജനല്ല കേട്ടോ, സുനിൽകുമാർ ആവർത്തിച്ച് ഉന്നയിച്ച കാര്യമാണ് തൃശ്ശൂരെ പൂരം കലക്കലായി ബന്ധപ്പെട്ട കാര്യം. ഈ കാര്യത്തിലൊക്കെ അതിന് വേണ്ട പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതും അത് ക്യാബിനറ്റിൽ വിഷയം ഉയർത്താൻ ആ മന്ത്രിമാർക്ക് GRL-ലാണ് K. രാജനൊന്നും സാധിച്ചില്ല, പരമദയനീയമായിരുന്നുള്ള വിമർശനം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ പോലുള്ള മൊഴി K. രാജൻ്റെതായിട്ടുണ്ട്. അപ്പോൾ ക്യാബിനറ്റിലെ രണ്ടാമത്തെ മന്ത്രി ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു അന്വേഷണത്തിൽ മൊഴി കൊടുത്തതൊന്നും സംഭവിച്ചില്ല. അല്ല, അത് ശരിയാണ്, ഒന്നും സംഭവിച്ചില്ല. കാര്യം മൊഴി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം CPIയുടെ നിലപാടാണല്ലോ. അതിനൊക്കെ നമുക്ക് ആവർത്തിക്കാണ്. സുനിൽകുമാർ നമുക്ക് ആ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് തൃശ്ശൂർ നമുക്കറിയാം, അദ്ദേഹം BA മത്സരിക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നല്ലോ ഈ സംഭവം ഉണ്ടായത്.
അപ്പോൾ ഇത്തരം ഒരു പ്രത്യാഘാതത്തിന് തുടർച്ച നിലയ്ക്കാണ് CPM ഇതിനകത്ത്. അതുകൊണ്ട് പിണറായി വിജയൻ ആ നിലപാടിൽ നിന്ന് മാറുന്നില്ല. ഈ നിലപാടിൽ നിന്ന് ഒരിക്കലും പിണറായി വിജയൻ മാറാനുള്ള സാധ്യതയും മാറുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ വീണ്ടും പരസ്യം തിരുത്തുകയാണ്. ഇതിൻ്റെ അകത്ത് അഖിലേന്ത്യാ നേതൃത്വമായിട്ട് CPI ചർച്ച ചെയ്യണമെന്നു. നിങ്ങൾക്ക് നിഷാദ് ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകൾ ആരും വിചാരിക്കണ്ടോ MA ബേബിയും MV ഗോവിന്ദനും TP രാമകൃഷ്ണൻ ചർച്ച ചെയ്യാൻ വേണ്ടി ഗോവിന്ദനായർ സ്മാരകത്തിൽ പോവുകയുണ്ടെന്ന് നമുക്കറിയാം. ഈ നമ്മുടെ പിണറായി വിജയനെ തിരുത്തുന്നുണ്ട്. അങ്ങനെ പിണറായി പരസ്യമായി തിരുത്തപ്പെടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തിരുത്തപ്പെടുന്നത് പിണറായി വിജയനല്ല, അദ്ദേഹം ദുർബലാവുന്നൊരു ഘട്ടത്തിൽ സംഭവിക്കാം. അത്തരം ദൗർബല്യം നിലനിൽക്കുന്നുള്ളതുകൊണ്ടാണ് സമീപകാലത്തൊരു സംഭവം കൂടി ഉണ്ടായി. ഈ വീണ ടിയെ ബന്ധപ്പെട്ട അന്വേഷണങ്ങളും അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളും വീടുകളും റെയ്ഡ് ചെയ്യുന്ന ബന്ധപ്പെട്ട കാര്യത്തിൽ ഒന്നുകൂടി CPM പിണറായി വിജയൻ പ്രതിസന്ധിയിലെ സമയത്ത് CPI ഒരു ഘടകകക്ഷിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ പിന്തുണ കൊടുക്കുമോ എന്നൊരു പ്രതീക്ഷ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. CPI അസന്നിഗ്ധമായി CPI സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ ഇതിലൊരു പങ്കുവയ്ക്കുന്നത് അവരെ വഴിക്ക് നേരിട്ടോട്ടെ, ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ഇതൊന്നും കൂടി തന്നെ പിണറായി വിജയൻ ഏറ്റ പ്രഹരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഒരു കാര്യത്തിൽ പിണറായി വിജയൻ ഒരു കാരണവശാലും ഒരു നീക്കുപോക്കിനും തയ്യാറായില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ചില്ല നീക്കുപോക്കിന് തയ്യാറാവില്ല. നീക്കുപോക്കിന് തയ്യാറായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പിണറായി വിജയൻ ദുർബലപ്പെട്ടതിൻ്റെ അടുത്തൊരു ഘട്ടമാണ്. കാര്യം പരിപൂർണ്ണമായി ദുർബലപ്പെടുകയാണ്. കാര്യം അദ്ദേഹം ആവർത്തിച്ച് മാത്രമല്ല ഇന്ന് വളരെ നിങ്ങൾക്കറിയാലോ അദ്ദേഹം പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പലപ്പോഴും പല ഭാവങ്ങളിലൂടെ കാര്യം അവതരിപ്പിക്കുക. ഇന്ന് വളരെ പുച്ഛത്തോടുകൂടിയാണ് പറഞ്ഞത് ഞാൻ കടലാസ് എഴുതി കൊടുത്താൽ കിട്ടുന്ന സ്ഥാനമാണ്, അത് ഒരു വശനം കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഇതിലപ്പുറം ഒരു കൂടെയുള്ള ലെഫ്റ്റ് മുന്നണി CPI ഇതിൽ പരം പരിഹസിക്കാനും പുച്ഛിക്കാനും വേറൊരു ആയുധമില്ല. ഇനി രാഷ്ട്രീയമായിട്ട് നമ്മൾ നോക്കുക LDF ഇടത് ഐക്യം എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമാണ്. ഇടതേക്ക് എന്തിനാണ് നിഷാദ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ എന്ന് വിളിക്കുന്നവർ ഇവർ CPM-നെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തനുസരിച്ച് അതിൽ തന്നെ വ്യത്യാസം നിങ്ങൾക്കറിയാലോ. CPI ഫാഷിസ്റ്റ് സർക്കാർ എന്ന് വിളിക്കുന്നു, എന്നാൽ CPM ഫാഷിസ്റ്റ് നവ ഫാഷിസ്റ്റ് പ്രവണതകൾ അങ്ങനെ ഒരു തിയറിറ്റിക്കൽ വിവരമുള്ള സൈദ്ധാന്തിക വിയോജിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഈ വിയോജിപ്പ് നിലനിൽക്കേണ്ട എല്ലാവർക്കും അറിയാം. ആ വിയോജനെങ്കിലും വലതുപക്ഷ ഒരു ഫാഷിസ്റ്റ് സ്വഭാവമുള്ള ഭരണകൂടമാണ് കേന്ദ്രത്തിൽ നിന്നാണ് പൊതു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരത്തില്ല. അതിൽ സൈദ്ധാന്തികമായ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കൂടി അപ്പോൾ അതിനെ നേരിടുന്നവരും ഈ സതീശനെ ആക്രമിക്കുന്നതിനെ കുറിച്ചാണ് ഇവരെ താല്പര്യം, അത് ഇടതയ്ക്കൊന്നല്ല. അപ്പോൾ മുഖ്യ വൈരുദ്ധ്യം തിരിച്ചറിയാൻ പറ്റുന്ന രണ്ട് പാർട്ടികളാണ് ഇന്ത്യയിലുള്ളത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും CPIക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ദേശീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് കേരളത്തിൽ ഇന്ത്യയെ, പക്ഷേ ആ കാഴ്ചപ്പാടില്ലാതെ വളരെ സംഗീതമായില്ല. അപ്പോൾ ആ ഇടതൈക്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആ ഇടതൈക്യ കേസ് ഒരു പക്ഷേ അധികാരസ്ഥാനം ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ നിലനിൽക്കാം. കാര്യം പഞ്ചായത്തിലൊക്കെ ചില പ്രചരണം നടത്താനൊക്കെ അവർക്ക് ഉപകാരപ്പെട്ടേക്കാം. പക്ഷേ പ്രധാനമായിട്ട് ഇടത് ഐക്യം എന്ന് പറഞ്ഞ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കാഴ്ചപ്പാടിൻ്റെ പരമായ ദാരിദ്ര്യത്തിൻ്റെ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൂടി കാണാതിരിക്കാൻ പറ്റില്ല. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ CPM-ലും പിണറായി വിജയൻ്റെ അപ്രമാദത്തിനെതിരെ ഒരു ശബ്ദമുയർത്തി, അത് MN ഗോവിന്ദനായർ സ്മാരകത്തിൽ ഉയർത്താൻ ഈ കഴിഞ്ഞ ദിവസം എന്നൊരു യോഗം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഉയർത്തിയില്ലോ ഈ കാര്യം. ഇവരെല്ലാം പങ്കെടുക്കുന്ന ഒരു യോഗം ഉണ്ട്, ഞാൻ ആ യോഗ ഏതാണെന്ന് മറന്നുപോയി. ആ യോഗത്തിൽ ഉയർത്തിയില്ലോ ബിനോയ് വിശ്വം, പരസ്യമായിട്ടോടെ പറയുന്നില്ലേ. ഇവർക്ക് നടപടികളിലേക്ക് കിടക്കാലോ, ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വീറും വാശിയും കാണിക്കാനും പരസ്യമായിട്ടൊരു അഭിപ്രായം പറയാലോ. അത് എന്തുകൊണ്ടാണ് പറയാത്തത്? അപ്പോൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളും CPI-യിലെ കേഡർമാർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ബിനോയ് വിശ്വം നടത്തുന്ന പ്രവണതകളല്ല, ഇവരെന്ത് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും മാത്രമല്ല ഇതിനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നിയൊരു കാര്യം കൊണ്ട് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. ഇതൊരു വലിയൊരു അംഗീകരിക്കപ്പെടുന്ന പോസ്റ്റ് ആയതിൻ്റെ അവിടെ ഒരു മുറി കിട്ടുന്നതിനെ കുറിച്ചാണ് CPIക്ക്. ഇതിൻ്റെ എന്ത് രാഷ്ട്രീയത്തിൻ്റെ അകത്ത് ഇടതുപക്ഷ ഐക്യം, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഒരു കേന്ദ്രവിരുദ്ധ സമരത്തിൻ്റെയൊക്കെ എന്ത് വർത്തമാനകാല രാഷ്ട്രീയത്തെ എന്ത് തരത്തിലാണ് പ്രതിഫലിക്കുന്നത്? ഒരു മുറി കിട്ടാൻ വേണ്ടിയിട്ട് CPI നടത്തുന്ന ഒരു ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ഈ ദുർബലമായ